നിന്ന് മുടി ചീകിയാൽ കടം കുന്നുകൂടും എന്ന് ആശയം വരുന്ന ഹദീസ്, ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഗ്രൂപ്പിൽ ഇത് സംബന്ധിയായി 3 വോയിസുകൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വോയിസുള്ളത് ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അൽ ഹഖീഖത്തുൽ വുസൂൽ ഇലാ ഷമാഇൽ റസൂൽ എന്ന കിതാബിൽ മൻ തമശത്ത ഖായിമൻ ഫഖത്ത് തറാക്കബ അലൈഹി ദൈൻ എന്ന് ഒരു ഹദീസ് കാണാൻ കഴിഞ്ഞു. ആശയം ഇത് തന്നെയാണ്, നിന്ന് മുടി ചീകിയാൽ കടം കുന്നുകൂടും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ വോയിസ് ക്ലിപ്പിൽ. പക്ഷേ നബഹാനി തങ്ങൾക്ക് അങ്ങനെ ഒരു കിതാബുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അൽ ഹഖീഖത്തുൽ വുസൂൽ. എന്നാൽ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക വസായിലുൽ വുസൂൽ ഇലാ ഷമാഇൽ റസൂൽ എന്ന കിതാബായിരിക്കും. അങ്ങനെ ഒരു കിതാബ് യൂസുഫ് നബഹാനി തങ്ങൾക്ക് ഉണ്ട് താനും. എന്നാലും ആ കിതാബിൽ ഈ ഹദീസോ ഇതേ ആശയത്തിലുള്ള മറ്റു ഹദീസോ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് യൂസുഫ് നബഹാനി തങ്ങളെ നമുക്ക് വിടാം. പിന്നെ അതുപോലെ തന്നെ ആ ക്ലിപ്പിൽ അവസാനം പറയുന്ന നബി തങ്ങൾ ഒരിക്കലും നിന്ന് തല വാർന്നിട്ടില്ല എന്നാണ്. അത് അങ്ങനെ എവിടെയെങ്കിലും കണ്ടതുകൊണ്ടാണോ അദ്ദേഹം പറയുന്നത് അറിയില്ല. ഈ ഹദീസ് അടിസ്ഥാനമാക്കിയാണെങ്കിൽ യൂസുഫ് നബഹാനി തങ്ങൾ ആ കിതാബിൽ ഇത് പറഞ്ഞിട്ടില്ല. ഇനി മറ്റൊരു കാര്യം, ഈ ഹദീസ് ഇങ്ങനെ ഉണ്ടോ? ഏതായാലും യൂസുഫ് നബഹാനി തങ്ങൾക്ക് ഇദ്ദേഹം പറഞ്ഞ രൂപത്തിലുള്ള കിതാബ് ഇല്ലെങ്കിലും ചെറിയ വ്യത്യാസത്തോടെ വസായിലുൽ വുസൂലുണ്ട്. എന്നാൽ അതിലും ഇത് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ ഹദീസ് മറ്റു പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഹദീസ് അല്ലെങ്കിലും ഇതുപോലെയുള്ള ഹദീസ് ലഫ്ദിൽ ചെറിയ വ്യത്യാസമുണ്ട്. മൻ ഇംതശത ഖായിമൻ റകിബഹുദ്ദൈൻ, ഇതാണ് ഹദീസ്. ആശയം ഇത് തന്നെ, നിന്ന് മുടി ചീകിയാൽ കടം വർദ്ധിക്കും. ഈ ഹദീസ് ഇമാം ഇബ്നു അദി ഹിജ്റ 365 വഫാത്തായ മഹാൻ തൻ്റെ അൽ കാമിൽ ഫിൽ വഫാ 1292 ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഹദീസ് മുൻകറാണ്, ഇത് തെളിവിന് സ്വീകരിക്കാൻ പറ്റൂല. മാത്രമല്ല അഹ്മദുൽ ജൂബാരി എന്ന് പറയുന്ന ആള് ഹദീസ് നിർമ്മിച്ചുണ്ടാക്കുന്ന വ്യക്തിയാണ്, അദ്ദേഹം ഈ സനദിലുണ്ട്. മാത്രമല്ല അതിൽ അബുൽ ബുഖ്തരി എന്ന് പറയുന്ന ആൾ ഇദ്ദേഹത്തെക്കാളും കൂടുതൽ ഷർറായ ആളാണ്. അതുപോലെ തന്നെ ഇബ്നുൽ ഖൈസറാനി റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 507 വഫാത്തായ തൻ്റെ ദഖീറത്തുൽ ഹുഫാൽ എന്ന കിതാബിൻ്റെ 4/2227 പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ അഹ്മദുൽ ജൂബാരി വള് ചെയ്ത നിർമ്മിച്ചുണ്ടാക്കിയ ഹദീസാണ് ഇത്. അതുപോലെ തന്നെ ഇമാം ഹാഫിളുൽ ദഹബി തൻ്റെ തർത്തീബുൽ മൗലൂആത്തിൻ്റെ 234 പേജിലും മീസാനുൽ ഇഅ്തിദാലിൻ്റെ 107 പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് രണ്ടിലും പറയുന്നത് ഈ അഹ്മദുൽ ജൗബാരി എന്ന് പറയുന്ന ആള് അബുൽ ബുഖ്തരിയെ തൊട്ട് കളവ് പറയുന്ന ആളാണ്, നല്ലവണ്ണം കളവ് പറയുന്ന കദ്ദാബാണ്. അതുകൊണ്ട് തന്നെ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല എന്നുള്ള അടിസ്ഥാനമാണുള്ളത്. അങ്ങനെ ഹാഫിളുൽ ദഹബി മീസാനുൽ ഇഅ്തിദാലിൻ്റെ 3/238 ഇതേ സംഭവം പറഞ്ഞുകൊണ്ട് ഈ ഹദീസ് നമുക്ക് തെളിവെടുക്കാൻ പറ്റൂല. മാത്രമല്ല ഈ ഹദീസ് ഇമ്രാൻ എന്ന് പറയുന്ന ആൾ നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആരും സ്വഹീഹാണ് എന്നോ ഹസനാണ് എന്നോ സ്വീകരിക്കാൻ പറ്റുന്ന ലൈഫിൽ നിന്ന് തന്നെ സ്വീകരിക്കാൻ പറ്റുന്നതുണ്ട് ചില സന്ദർഭങ്ങളിലും ചില കാര്യങ്ങളിലും. ആ കൂട്ടത്തിലും പെട്ടതായി ഒരു ഇമാമും പറഞ്ഞതായി കാണുന്നില്ല. അതുകൊണ്ട് ഈ ഹദീസ് നമുക്ക് സ്വീകരിക്കാതിരിക്കുകയാണ് വേണ്ടത്. പിന്നെ മാത്രമല്ല ഇത് കേവലം ഒരു ഹദീസാണ്. നേരത്തെ വോയിസ് ഉസ്താദ് പറഞ്ഞ പോലെ ഒരു ഹദീസ് കണ്ടതുകൊണ്ട് നമുക്ക് അതിൽ നിന്നൊരു ഹുക്കുമ് കണ്ടെത്താൻ കഴിയില്ല. ഒന്നാമത്തെ വോയിസിലുള്ള ആൾ ഹുക്കുമ് പറഞ്ഞിട്ടില്ലെങ്കിലും ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയതാണ്. ഏതായാലും നമുക്ക് ഹുക്കുമ് കണ്ടെത്താനൊന്നും ഇതിൽ നിന്ന് പറ്റൂല. ഇതൊരു ഹദീസായി സ്വീകരിക്കാനും നമുക്ക് കഴിയില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല.